വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്നാക്സ് ആണ്. നമുക്ക് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. അത് ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിത് സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഇങ്ങനെയാണ് പൊളിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാല് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. വെറുതെ കുറച്ചും കൂടി ഒരു നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ വാല് വെച്ചത്. ഇനി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കീറിയതിന് ശേഷം ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അത് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ നീളത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ പെട്ടെന്ന് കുക്കായി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ചെമ്മീൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി പീസ് എടുത്തിട്ട് ഇതിലേക്ക് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മൈദ എടുക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നേരെ മൈദ മിക്സിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കോഴിമുട്ടയിൽ മുക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പം ബ്രെഡ് ക്രംസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കുക്കായിട്ട് കിട്ടിയും വേണം. പുറമെ അധികം കരിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ എന്തായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. ഇനിയും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.